ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീണ ഇപ്പോൾ വളരെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. നിത്യയും പ്രിൻസിപ്പളും വീണയുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. നിത്യയോട് പ്രിൻസിപ്പൾ പറയുന്നുണ്ട് ഗസ്റ്റിനെ മുറിയിലേക്ക് ഇരുത്താൻ. ഇനി ആരും ഗസ്റ്റിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, കേട്ടല്ലോ എന്ന് എല്ലാവരോടുമായി പ്രിൻസിപ്പൾ പറയുന്നു. അങ്ങനെ ഇപ്പോൾ വീണയെയും കൂട്ടിക്കൊണ്ട് നിത്യ പോവുകയാണ്. വീണയുടെ അച്ഛൻ ഇതെല്ലാം മരത്തിന്റെ പുറകിൽ നിന്ന് കാണുന്നുണ്ട്. വീണ ഇപ്പോൾ മുറിയിൽ വന്ന് വളരെ ദേഷ്യത്തോടെ ഇരിക്കുന്നു. ആ വാതിലങ്ങ് അടച്ചേക്കെന്നും പറയുന്നുണ്ട്. നിത്യ അങ്ങനെ വാതിൽ അടച്ചിട്ട് വരുന്നു. എല്ലാവർക്കും സ്കൂളിലേക്ക് ചീഫ് ഗസ്റ്റിനെ വേണം, പക്ഷെ അവർക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റില്ല. അന്തസ്സില്ലാത്ത കുറെ പിള്ളേരും അവരുടെ കുറെ തന്തയും തള്ളയും എന്ന് വീണ പറയുന്നു. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ശത്രുക്കൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് നിത്യ പറയുമ്പോൾ, എന്റെ ശത്രുക്കളോ എന്ന് വീണ ചോദിക്കുന്നു. ഹോ, അപ്പോൾ എന്റെ സ്വഭാവം മോശമായത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് പറയുന്നത്. തന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ എനിക്ക് അറിയാം. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞാൻ ഇതൊക്കെ കുറെ കാണുന്നതാ. ഒരു മാസം മുഴുവൻ വായിട്ടടച്ച് നിസ്സാര ശമ്പളം വാങ്ങിക്കുന്ന നിനക്കൊക്കെ എന്നെ പോലെയുള്ള സെലിബ്രിറ്റികളോട് അസൂയ തോന്നും. ഞങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനം, ലക്ഷങ്ങളായി കിട്ടുന്ന പ്രതിഫലം, അതൊക്കെ നിന്റെയൊക്കെ ചർച്ചയായിരിക്കുമല്ലോ എന്ന് വീണ. ഇത് കേട്ട് നിത്യ പറയുന്നു, ലോകം മുഴുവൻ ചർച്ച ചെയ്യാനുള്ള വലിപ്പം നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നേരത്തെ കുട്ടികളോട് മോശമായി പെരുമാറിയപ്പോൾ എന്റെ സ്വഭാവം വെച്ച് പ്രതികരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. പ്രിൻസിപ്പൽ മാഡം തടഞ്ഞതുകൊണ്ടാണ്. എനിക്കല്ലാതെ നിങ്ങളോട് പറയാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല എന്ന് ദേഷ്യത്തോടെ നിത്യ പറയുമ്പോൾ വീണ ഇരുന്നിടത്ത് നിന്ന് ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ് ഏയ് എന്ന് പറഞ്ഞ് നിത്യയ്ക്ക് നേരെ കൈ ചൂണ്ടുന്നു. നിർത്തണം മാഡം എന്ന് നിത്യ പറയുമ്പോൾ വീണയൊന്ന് പതറുന്നു. എന്നിട്ട് ചൂണ്ടിയ കൈ താഴ്ത്തുന്നു. നേരത്തെ പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നല്ലോ, പുറത്തിറങ്ങിപ്പോയി സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ഈ സ്കൂളിനെ അങ്ങ് കത്തിക്കുമെന്ന്. അതെന്താ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അന്തസ്സായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്കൂളിൽ നിങ്ങൾ ഒരാൾ വന്ന അഹങ്കാരം കാണിച്ചുവെന്നും ഇവിടുത്തെ പ്രോഗ്രാം ഇല്ലാതാക്കിയെന്നും ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു പോസ്റ്റ് അങ്ങ് ഇട്ടാലേ എന്തായിരിക്കും നിങ്ങളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ്? ഓരോ സ്കൂളിലെ അധ്യാപകരും അവിടുത്തെ വിദ്യാർത്ഥികളും ഒന്നിച്ച് നിങ്ങൾക്കെതിരെ ഒരു കുറിപ്പെഴുതാൻ നിന്നാലേ അടുത്ത ഒരു ജന്മം കൊണ്ട് പോലും ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് തിരിച്ചു പിടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പിന്നെ ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോകാൻ വല്ല ഉദ്ദേശവും നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നേക്കുമായി ഈ സ്റ്റാറ്റസ് അങ്ങ് പോകും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് നിത്യ വീണയെ നോക്കി ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ദേഷ്യത്തോടെ തന്നെ ഇരിക്കുകയാണ് വീണയും. ബോഡി ഗാർഡ്സ് ഇപ്പോൾ അമ്മാവനെ പിടിച്ചുകൊണ്ട് വീണയുടെ മുന്നിലേക്ക് വരികയാണ്. മാഡത്തെ ചെരുപ്പെറിഞ്ഞത് ഇയാളാണെന്ന് ആ ബോഡി ഗാർഡ് വീണയോട് പറയുമ്പോൾ സ്വന്തം അച്ഛനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വീണ. ചെരുപ്പറിഞ്ഞ കാര്യം വീണ വീണ്ടും ഒന്നുകൂടി ആലോചിക്കുന്നു. ഇയാളെ പോലീസിൽ ഏൽപ്പിക്കട്ടെ മാഡം എന്ന് ബോഡി ഗാർഡ് ചോദിക്കുമ്പോൾ വേണ്ട എന്നും വിട്ടേക്കെന്നും വീണ പറയുന്നു. ആ ബോഡി ഗാർഡിനോട് പുറത്തേക്ക് നിൽക്കാനും വീണ പറയുന്നുണ്ട്. എന്നിട്ട് വീണ അച്ഛന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു എന്റെ ലക്ഷ്യം എന്താണെന്ന്. അപ്പോഴൊക്കെ എന്നെ പരിഹസിച്ചു. ഇപ്പോൾ കണ്ടോ വീണയ്ക്ക് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നത്, അവരെന്നെ സ്വീകരിക്കുന്നത്, ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയും കയ്യൊപ്പിന് വേണ്ടിയും മത്സരിക്കുന്നത്. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ ചെരുപ്പറിഞ്ഞപ്പോൾ എന്റെ ദേഹത്ത് കൊണ്ടു. പക്ഷേ നാളെ വീണ നിൽക്കുന്ന ഉയരങ്ങളിലേക്ക് നിങ്ങളുടെ നോട്ടം പോലും എത്തില്ല. ഞാൻ ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് കരുതിക്കൂട്ടി വന്നതാണല്ലേ എന്നെ നാണം കെടുത്താൻ എന്ന് അഹങ്കാരത്തോടെ വീണ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മാവൻ പറയുന്നു, നിന്നെ തിരക്കി ആരാണ് വരുന്നത്? ദേ, സമാധാനമായിട്ടാ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നേ. ആ സമാധാനം തകർക്കാൻ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു കയറിയത് നീയാണെന്ന് അമ്മാവൻ പറയുന്നു. എനിക്ക് നിങ്ങളെയല്ല കാണേണ്ടത്, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച മകനെയാ, ഹരിയെ. എവിടെ അയാള് എന്ന് ദേഷ്യത്തോടെ വീണ ചോദിക്കുന്നുണ്ട്. അവൻ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചെന്നോ എന്ന് അമ്മാവൻ. അതെ, അയാള് ചെയ്യിച്ചത് തന്നെയാ. ഈ ലോകത്ത് അയാളെക്കാളും മികച്ചതാകുന്നത് അയാൾക്ക് സഹിക്കില്ലല്ലോ. അസൂയ അയാൾക്ക്. ഒരാളും നന്നാവരുതെന്ന വാശിയ റാസ്കൽ എന്ന് വീണ പറയുമ്പോൾ അമ്മാവൻ എടി എന്ന് വിളിച്ച് വീണയുടെ കഴുത്തിന് ഞെക്കിപ്പിടിക്കുന്നു. എന്റെ ഹരിമോനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഒന്നു കളയും ഞാൻ എന്നും അമ്മാവൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഹരി ഓടിയെത്തി എന്താ ഈ കാണിക്കുന്നത്, വിട എന്ന് പറഞ്ഞ് വീണയുടെ കഴുത്തിൽ നിന്നും അമ്മാവന്റെ കൈ പിടിച്ചു മാറ്റുകയാണ്. വീണയാണെങ്കിൽ ശ്വാസം കിട്ടാതെ കിടന്ന് ചുമയ്ക്കുന്നുണ്ട്. ഹരിയെ കണ്ടപാടെ ഹരിയേട്ടൻ എന്ന് ഒരു ഞെട്ടലോടെ വിളിക്കുകയാണ് വീണ. എന്റെ പേര് നീ വിളിച്ചു പോകരുത്. നിന്റെ നാവിൽ നിന്ന് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. നിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേ മറന്നു കളഞ്ഞതാ എന്നൊക്കെ ഹരി പറയുന്നു. പക്ഷേ ഒരു നാട് മുഴുവൻ ഓർക്കുന്ന എന്നെ മറക്കാൻ എങ്ങനെ കഴിയുന്നു ഹരിയേട്ടാ? ഇന്നത്തെ ഈ ചടങ്ങ് കഴിഞ്ഞാൽ നിന്റെ ഉറക്കം നഷ്ടപ്പെടും. വീണ എന്ന സെലിബ്രിറ്റി തന്റെ ഉറക്കം കെടുത്തും. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകൂ എന്റെ വില എന്താണെന്ന് എന്ന് വീണ പറയുമ്പോൾ ഹരി ദേഷ്യത്തിൽ പറയുന്നു, ചീ നിർത്തടി. നിന്റെ വിലയില്ലായ്മയും ഒക്കെ ഞാൻ എന്നെ തിരിച്ചറിഞ്ഞതാ. നിനക്ക് കിട്ടിയ പുതിയ ലോകത്ത് നീ റാണിയായിട്ടോ മഹാറാണിയായിട്ടോ ഭരിച്ചും കൽപ്പിച്ചും ഒക്കെ നടന്നു.
അത് കണ്ട് ഹരിക്ക് അസൂയ തോന്നില്ല. നിന്നെ പോലെയുള്ളവരുടെ വാഴ്ചയും വീഴ്ചയും ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. എത്രനാൾ നീ നിലനിൽക്കുമെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ ഹരി വീണയോട് പറയുമ്പോൾ നിത്യ അവിടേക്ക് വരുന്നു. നിന്റെ അച്ഛൻ നിന്റെ മുഖത്തേക്ക് ഒരു ചെരുപ്പ് എറിഞ്ഞു. നിനക്കത് നാണക്കേടായി തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ആ ചെരുപ്പ് വന്ന് വീഴാനുള്ള യോഗ്യത പോലും നിന്റെ മുഖത്തിനില്ല എന്നുള്ളതാണ് വാസ്തവം. അത് നീ മനസ്സിലാക്കിക്കോ. അമ്മാവൻ വാ എന്ന് പറഞ്ഞ് ഹരി അവിടെ നിന്നും അമ്മാവനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം നിത്യ വീണയോട് ഫംഗ്ഷൻ തുടങ്ങാറായി മാഡം എന്ന് പറയുന്നു. അവരെ രണ്ടുപേരെയും എനിക്കറിയാം. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നും എനിക്കറിയാം. എന്തിനാ മാഡം ആ കുടുംബത്തെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നമ്മുടെ പഴയ കാലം നമുക്ക് മറക്കാൻ പറ്റുമോ എന്നും നിത്യ വീണയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ ചോദിക്കുന്നു, നിന്നെ എന്താ എല്ലാവരും പത്മ ടീച്ചർ എന്ന് വിളിക്കുന്നത്? അമ്മാവൻ അങ്ങോട്ട് പോയ ശേഷം ഹരി ഇവരുടെ സംസാരം കേൾക്കുന്നു. നിന്റെ പേര് നിത്യ എന്നല്ലേ എന്ന് വീണ ചോദിക്കുന്നു. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഹരി. നീ എന്താ പറഞ്ഞത്? പഴയ കാര്യങ്ങൾ മറക്കാൻ പാടില്ലെന്നോ? അങ്ങനെയാണെങ്കിൽ നിന്റെ പഴയ പേര് നിത്യ എന്നല്ലേ? അതെങ്ങനെയാ മറന്നത് എന്ന് വീണ ചോദിക്കുന്നു. ഒളിച്ചോടാനും വേറെ പേര് സ്വീകരിക്കാനും ഒക്കെ നിനക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളെപ്പോലെയുള്ളവർ ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഇതാടി ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിനെ അസൂയ എന്ന് പറയുന്നത്. കേട്ടോടി നിത്യേ എന്നും ദേഷ്യത്തോടെ വീണ നിത്യയോട് പറയുന്നു. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണിപ്പോൾ ഹരി. അന്ന് മുത്തശ്ശി പറഞ്ഞ ആ ഒരു കാര്യം, അന്ന് പാട്ട് പാടിയത് ആരാണെന്ന് ചോദിച്ചപ്പോൾ നിത്യമോൾ ആണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അന്നൊരിക്കൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ രണ്ടുപേരും മാസ്ക് ധരിച്ചാണ് പോയത്. അന്നും ഇതുപോലെ നിത്യ എന്ന് പേര് വിളിക്കുന്നതും കേട്ടിരുന്നു ഹരി. ഈശ്വര, വീണയ്ക്ക് നാട്ടിൽ വെച്ച് പരിചയമുള്ള നിത്യ. അപ്പോൾ ഞാൻ കത്തയച്ചതും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്നതും ഈ നിത്യ ആയിരുന്നോ? നിത്യയുടെ വാക്കുകളും നിത്യ എഴുതിയ കത്തുകളും എല്ലാം ഹരി ഓർക്കുന്നു. നിത്യയുടെ മുടിയിൽ നിന്ന് വീണ ആ പൂക്കളും അങ്ങനെ ഓരോന്നും ഹരി ഓർത്തെടുക്കുകയാണ്. കൺമുന്നിൽ ഉണ്ടായിരുന്ന ഒരാളെ തേടിയാണോ ഞാൻ ഇത്രയും കാലം അലഞ്ഞത്? ഇത്രയും നാളായിട്ടും എനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഇതാണ് നിത്യ എന്ന് ഞാൻ അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും എന്ന് ഹരി മനസ്സിൽ വിചാരിക്കുന്നു. പെട്ടെന്ന് ഒരു കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, നിന്റെ കത്തുകൾ വായിക്കുമ്പോൾ ഈ കാറ്റ് എന്നെ തഴുകി തലോടി പോകും. നീയാണ് നിത്യ എന്നൊക്കെ ഹരി മനസ്സിൽ പറയുന്നു. ആ കാറ്റും ആ ഷോള് വന്ന് മുഖത്ത് വീഴുന്നതും നിത്യയുടെ മുടിയിൽ പൂവ് ചൂടി പോകുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹരി ഓർത്തെടുക്കുകയാണ്. ഹരി ഇപ്പോൾ നല്ല സന്തോഷത്തിൽ തന്നെയാണ്. ഇത്രയും കാലം തേടി നടന്ന തന്റെ മാത്രം നിത്യയെ കണ്ടതിലുള്ള സന്തോഷം. ശേഷം കാണിക്കുന്നത് സുജാതയെ ഇപ്പോൾ ഡോക്ടർ വിളിപ്പിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇപ്പോൾ സുജാതയെ വിളിപ്പിച്ചതെന്ന് ഡോക്ടർ പറയുന്നു. ഒരുപക്ഷെ ഏറ്റവും അപകടകരമായ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ജീവനുള്ളത്. ഇന്ന് രാവിലെ അയാൾ ബോധത്തിലേക്ക് തിരിച്ചു വന്നു. 2-3 മിനിറ്റ് അയാൾ എല്ലാം ഓർമ്മയുള്ള പഴയ ജീവനായി മാറിയെന്ന് പറയുമ്പോൾ തന്നെ സുജാത ഒരു ഞെട്ടലോടെയാണ് അത് കേട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇത്തരം കേസുകളിൽ ഓർമ്മ വന്നും പോയും ഒക്കെ നിൽക്കും. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഭൂതകാലത്തിലെ ജീവൻ വളരെ അപകടകാരിയാണ്. ഇന്ന് ഹോസ്പിറ്റലിൽ അയാൾ ഉണ്ടാക്കിയ ആ ബഹളം, തടയാൻ ചെന്നവരെ കൈകാര്യം ചെയ്ത ആ രീതി, അതൊക്കെയാണ് തെളിയിക്കുന്നത്. സത്യത്തിൽ അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരാണ്? നിങ്ങളുടെ കുടുംബാംഗമാണോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. നിത്യ ചതിച്ചു, നിത്യയെ കൊല്ലണം, അതാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂക്ഷിക്കണം, നിങ്ങളുടെ കുടുംബാംഗം അല്ലെങ്കിൽ മറ്റു സുഹൃത്ത് ബന്ധങ്ങളിലെ മറ്റോ ആ കുട്ടിയുണ്ട്. ഡോക്ടർ, ഇനിയിപ്പോൾ എന്റെ മോന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് സുജാത ചോദിക്കുന്നു. തൽക്കാലം കുഴപ്പമില്ല. ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം അയാൾ നോർമൽ ആയിട്ടുണ്ട്. സുജാത വരൂ, മകനെ കാണാമെന്ന് പറഞ്ഞ് ഡോക്ടർ സുജാതയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ വളരെ ടെൻഷനിൽ തന്നെയാണ് സുജാത ഇപ്പോൾ ഉള്ളത്. ജീവൻ ഇപ്പോൾ മയക്കത്തിലാണ്. സുജാത വന്ന് മകനെ കാണുന്നു. സ്നേഹപൂർവമായ പെരുമാറ്റം തന്നെയാണ് ജീവനുള്ള മരുന്ന്. അമ്മയോളം അതിന് സാധിക്കുന്ന മറ്റൊരാളില്ലല്ലോ എന്ന് ഡോക്ടർ പറയുന്നു. അങ്ങനെ ജീവനെ ഇപ്പോൾ ഡോക്ടർ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട്. ജീവൻ ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ്. അറിയൂ ഓക്കെ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. അപ്പോൾ ഒരു ചിരിയോടെ ഞാൻ ഓക്കെ ആണെന്ന് ജീവൻ പറയുന്നു. എങ്കിൽ അമ്മയുമായി സംസാരിക്കുക എന്ന് ഡോക്ടർ പറയുമ്പോൾ ജീവൻ ഇങ്ങനെ സുജാതയെ നോക്കുന്നു. അമ്മയെന്ന് വിളിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് ജീവൻ. ഞാൻ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അമ്മയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സ്വസ്ഥത തരാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട് എന്നൊക്കെ ജീവൻ സുജാതയോട് പറയുന്നു. അപ്പോൾ സുജാത പറയുന്നു, മോനെ, നീ ഇപ്പോൾ ഒന്നും ആലോചിക്കേണ്ട. നിനക്കിപ്പോൾ നല്ല ക്ഷീണമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ മാറട്ടെ. അമ്മ എന്റെ കൂടെ തന്നെ ഇരിക്കുമോ എന്ന് ജീവൻ ചോദിക്കുന്നു. അമ്മയ്ക്ക് പോണം മോനെ, പോയേ പറ്റൂ. അമ്മ എല്ലാ കാര്യങ്ങളും ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇടയ്ക്കിടയ്ക്ക് വരാമെന്ന് സുജാത പറയുന്നു. അമ്മ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ജീവന്റെ മുഖം വല്ലാതാകുന്നുണ്ട്. സുജാത പോകാൻ ഒരുങ്ങുമ്പോൾ പിന്നിൽ നിന്നും അമ്മ എന്ന് ജീവൻ വിളിക്കുന്നുണ്ട്. സുജാത തിരിഞ്ഞു നോക്കുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.